ക്ലോസ്. ക്ലോസ് എന്ന് വെച്ചാൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമുള്ളതും ഭാഗികമായ അർത്ഥം പ്രകടിപ്പിക്കുന്നതുമായ വാക്കുകളുടെ സമൂഹത്തിന് ക്ലോസ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്. ഭാഗികമായ അർത്ഥമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വാക്കുകളുടെ സമൂഹത്തിനാണ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സബ്ജക്റ്റ് എന്താണ്, പ്രെഡിക്കേറ്റ് എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്തിനെപ്പറ്റി പറയുന്നുവോ അതാണ് സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ പറ്റി പറയുന്ന വാക്യഭാഗമാണ് പ്രെഡിക്കേറ്റ്. ഫോർ എക്സാമ്പിൾ, ഹി കംസ് ബൈ ബസ്. അവൻ ബസ്സിലാണ് വരുന്നത്. ഹി കംസ് ബൈ ബസ്. അപ്പോൾ അതിൽ ഹി എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. ആരെ പറ്റിയാ പറയുന്നത്? അവനെ കുറിച്ചാണ് പറയുന്നത്. സോ ഹി എന്നുള്ളത് അവിടെ സബ്ജക്റ്റ്. കംസ് ബൈ ബസ്, ബസ്സിലാണ് വരുന്നത്, അതാണ് പ്രെഡിക്കേറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ക്ലോസിലോട്ട് കടക്കാം. ക്ലോസ് രണ്ട് തരത്തിൽ, പ്രിൻസിപ്പൽ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ്. രണ്ട് തരത്തിൽ. പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തിലെ പ്രധാന ഭാഗമായി ഉപയോഗിക്കുന്ന ക്ലോസ് ആണ് പ്രിൻസിപ്പൽ ക്ലോസ്. ഓക്കെ, അതായത് അതിന് തനിയെ നിൽക്കാൻ കഴിവുണ്ട്, അതാണ് പ്രിൻസിപ്പൽ ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ തനിയെ നിൽക്കാൻ കഴിവില്ല, അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അതായത് വാക്യത്തിലെ അപ്രധാന ഭാഗമായി ഉപയോഗിക്കുന്ന ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. ഒരു എക്സാമ്പിൾ പറയാം. ഹി ഹാസ് എ ചെയിൻ വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അവന് ഒരു ചെയിൻ ഉണ്ട്, ഒരു മാലയുണ്ട്, അത് സ്വർണത്താൽ നിർമ്മിതമാണ്. വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്, സ്വർണത്താൽ ഉണ്ടാക്കിയതാണ്. ഹി ഹാസ് എ ചെയിൻ വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ ക്ലോസ് എന്നുള്ളത് ഹി ഹാസ് എ ചെയിൻ എന്നുള്ളതാണ്. അവന് ഒരു മാലയുണ്ട്. വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്, അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ക്ലോസ് എന്നുള്ളത് രണ്ട് തരത്തിൽ, പ്രിൻസിപ്പൽ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്ന്. പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് വെച്ചാൽ പ്രധാന ഭാഗം, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ അപ്രധാന ഭാഗം. അതിന് തനിയെ നിൽക്കാൻ കഴിവില്ല. പ്രിൻസിപ്പൽ ക്ലോസിന് തനിയെ നിൽക്കാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് ഹി ഹാസ് എ ചെയിൻ, അത് പ്രിൻസിപ്പൽ ക്ലോസും. സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ് വരുന്നത്? വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. ഓക്കെ.